സാറേ, ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. വലിയൊരു വിജയമായിരുന്നു അല്ലേ? പക്ഷേ നാമെല്ലാം ആഹ്ലാദിക്കുമ്പോഴും ഒരാൾ വീട്ടിൽ നിന്നും കരയുന്നതായിരിക്കും അല്ലേ? കാരണം രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണല്ലോ വിജയിച്ചത്. കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട്, ഷമാ മുഹമ്മദ്. ഷമാ മുഹമ്മദ് പറയുന്നത് രോഹിത് ശർമ്മ മോശം ക്യാപ്റ്റനാണ്, തടിയനാണെന്ന്. അങ്ങനെ ആ തടിയന്റെ ടീം ഇന്നലെ വിജയിച്ച് കയറി ഫൈനലിലേക്ക്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഷമാ മുഹമ്മദാണ് എന്നെ ഈ ക്രിക്കറ്റിനെ കുറിച്ച് കൂടുതൽ ബോധവാനാക്കിയത്. ഞാനൊക്കെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഷമാ മുഹമ്മദ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ശരീര സൗന്ദര്യ മത്സരമാണ്. അപ്പോൾ അവരുടെ പരാതി അദ്ദേഹത്തിന് രോഹിത് ശർമ്മയ്ക്ക് ഇത്തിരി വണ്ണം കൂടുതലാണ്, തടിയൻ. ഇപ്പോൾ ക്രിക്കറ്റിന് ഏത് ആംഗിളിലാണ് ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ദേശീയ വക്താവ്, കോൺഗ്രസിൻ്റെ ദേശീയ കാഴ്ചപ്പാടല്ല ഇതെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജീവ് ശുക്ല അവരുടെ പാർട്ടിയുടെ അംഗമാണ്, ക്രിക്കറ്റ് ബോർഡിലുള്ള ആൾ. അദ്ദേഹം ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഇത് വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഷമാ മുഹമ്മദ് കാണുന്ന ഇവരുടെ ബോഡിയാണോ കാണുന്നത്, ഇവരുടെ കളിയല്ലേ കാണുന്നത്? ഇവർ പന്തിനെ എങ്ങനെ നേരിടുന്നു, ബാറ്റർ പന്തിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതല്ലേ കാണുന്നത്. ശരീരത്തിൽ കുടവേറുണ്ടോ, ശരീരത്തിന് അഴകുണ്ടോ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമായി തീരും കേട്ടോ. നമുക്ക് രോഹിത് ശർമ്മ കല്യാണം കഴിക്കാൻ വലിയ പ്ലാനുണ്ടോ? എനിക്കറിയാൻ വയ്യ, അതാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. കല്യാണം കഴിച്ചതല്ലേ ഷമാ മുഹമ്മദ്? കല്യാണം അപ്പം മുഹമ്മദ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെയുണ്ടെങ്കിൽ എനിക്കറിയില്ല. അവരുടെ സ്വകാര്യ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഈ ബോഡി ഷെയ്മിങ് ഇവർ നടത്തുമ്പോൾ ഷീ ഷുഡ് ബി അഷെയിംഡ് ഓഫ് ഇറ്റ്. ഷീ ഷുഡ് ബി ഡബ്ലി അഷെയിംഡ് ഓഫ് ഇറ്റ് ബിക്കോസ് ഷീ ഈസ് എ സ്പോക്സ് പേഴ്സൺ ഓഫ് എ നാഷണൽ പാർട്ടി. സർട്ടൻലി, തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയല്ലേ ഈ അനാവശ്യ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നോക്കൂ, മഹാഭാരത യുദ്ധത്തിൽ കർണൻ ജയിക്കാതിരിക്കാൻ വേണ്ടി ശല്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തേരാളി അദ്ദേഹത്തിനെ യാത്ര നയിച്ചുകൊണ്ട് പോകുമ്പോൾ, തേരാളിയായിട്ട് പോകുമ്പോൾ അദ്ദേഹം കർണനെ കണക്കറ്റ് അങ്ങ് ശകാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീര്യം ചോർത്താൻ വേണ്ടി. അതുപോലൊരു പരിപാടിയാണ് ഓസ്ട്രേലിയയുമായിട്ട് നമുക്ക് ഫൈനലിലേക്ക് കയറാനുള്ള വളരെ നിർണായകമായ ഒരു മത്സരം കളിക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു ഇന്ത്യക്കാരിയായിട്ട് സ്ത്രീ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വീര്യം ചോർത്തിക്കളയാൻ, ക്യാപ്റ്റൻ്റെ വീര്യം ചോർത്തിക്കളയാൻ ഇത്തരത്തിൽ അധമമായിട്ടൊരു പ്രസ്താവന നടത്തിയത്. കോൺഗ്രസ് അത് തള്ളി പറഞ്ഞു. ക്ഷമ ചോദിക്കണമെന്ന് ഈ ഷമാ മുഹമ്മദിനോട് പറഞ്ഞു. ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന സ്ത്രീ കോൺഗ്രസിനേക്കാൾ വലിയ ആളാണെന്ന് തോന്നുന്നു. ക്ഷമ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടുമില്ല. അവരുടെ പാർട്ടിക്കാരനാണ് സ്പോർട്സിൽ ഇത്ര ബന്ധമുള്ള രാജീവ് ശുക്ല എന്ന് പറയുന്നത്. അദ്ദേഹം ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാണ്. അദ്ദേഹം പറഞ്ഞ രോഹിത് ശർമ്മയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള അൺഫിറ്റ്നസ്സും ഇല്ല. ഇത് തന്നെയാണ് ക്രിക്കറ്റിനെക്കുറിച്ച് ശരിക്കും അവബോധമുള്ള ഹർഭജൻ സിംഗ് പറഞ്ഞത്. ഇപ്പോൾ ഇത്രയൊക്കെ ആൾക്കാർ, എക്സ്പേർട്ടുകൾ പറയുമ്പോൾ ക്രിക്കറ്റ് കളിയിൽ ഒരു മുൻപരിചയവും ഉണ്ടായിട്ട് ഒരു ദേശീയ താരം പോലും അല്ലാത്ത ഷമാ മുഹമ്മദ് വിവരക്കേടില്ലെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടതാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വിവരം കെട്ട അല്ല, അത് കേരളത്തിലെ മാധ്യമങ്ങൾ അവരെ നേരിട്ടെത്തി ചോദിച്ചു, ഈ സംഭവത്തിൽ നിങ്ങൾ മാപ്പ് പറയുമോ എന്ന്. ഇപ്പോൾ ചോദിക്കുകയാണ്, അങ്ങോട്ട് ചോദിക്കുന്നു, ഞാൻ എന്തിനു മാപ്പ് പറയണം? ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അഹങ്കാരം ബാധിച്ച ചില സ്ത്രീകളുണ്ട്. ആ രോഗം ബാധിച്ച, അസൂയ ബാധിച്ചതുപോലെ അതിനൊരു മരുന്നുമില്ല. കഷണ്ടിക്ക് ഇപ്പോൾ മരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിന് ഒരു തരത്തിൽ ഈ അഹങ്കാരത്തിന് യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അതാണ് സിന്ധുകുമാറിനെ പോലെ, സൂര്യകുമാറിനെ പോലെ ചില ആളുകൾ ഇങ്ങനെ അങ്ങ് അഹങ്കാരത്തിൻ്റെ ഒരു പ്രകടിത രൂപമായി. അല്ല, ഇത് തനിക്കെല്ലാം അറിയാമെന്നൊരു ചിന്തയുണ്ടല്ലോ, അതാണ് ഇവർ കയറി രാഷ്ട്രീയത്തിലെ വക്താവ്. എനിക്ക് തോന്നുന്നത് ഇതിൽ കേരളത്തിലെ നേതൃത്വം മികച്ചതാണ്, കോൺഗ്രസിന്റെ. ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ആ ചാനലിൽ കയറി പറയുന്നുണ്ടല്ലോ, അധിക പ്രസംഗം പറയുന്നുണ്ട്. അത് ഡൽഹി മുഖാന്തരമാണ്. അവരുടെ വിവരക്കേടുകളൊക്കെ വിളിച്ച് പുഴമ്പി ഷീസ് എക്സ്പോസിങ് ഹെഡ്സെൽഫ്. ഇതിൽ കൂടെ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇയാള് രോഹിത് ശർമ്മ 4 തവണ ക്യാപ്റ്റൻസി വഹിച്ചു, 4 തവണയും ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചു. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ തകർപ്പൻ ബാറ്റർ കൊണ്ട് ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ബാളുകളെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ രീതി ഉണ്ടല്ലോ, അത് മറ്റൊരു ക്യാപ്റ്റനും ഇതുവരെ കഴിയാത്ത കാര്യമാണ്. കൂളായിട്ട് ക്രീസിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്.
നമ്മൾ പലപ്പോഴും വിറച്ച് ടെൻഷൻ അടിച്ച് പോകും പല ക്യാപ്റ്റന്മാരും. അത് നമ്മൾ സച്ചിൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ പറയൽ കയറി വരും. അത് സ്വാഭാവികമാണ്. അഡ്രിനാലിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഇതിന് പറയലുണ്ടാവും. പ്രസംഗിക്കാൻ വരുമ്പോഴും ഇതുണ്ടാകുന്നതിൻ്റെ കാര്യം അതാണ്. ഒരു കുഴപ്പമൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ അതില്ലാതെ കൂളായിട്ട് നിൽക്കാൻ കഴിയുന്ന 2 ക്യാപ്റ്റന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ റാഞ്ചിയിൽ നിന്നുള്ള ക്യാപ്റ്റൻ ധോണി, മഹേന്ദ്ര സിംഗ് ധോണി ഒന്ന്, പിന്നെ ഈ രോഹിത് ശർമ്മ. ഇവർ മാത്രമേ ഉള്ളൂ കൂൾ ബാറ്റർമാർ എന്ന് എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോട്ടെ, ഞാൻ അതിലൊരു എക്സ്പെർട്ടൊന്നും അല്ല. എങ്കിലും ഈ പറഞ്ഞത് അക്ഷന്തവ്യമായിട്ടുള്ള ഒരു അപരാധമാണ്, ഇന്ത്യയോട് കാണിക്കുന്ന ഒരു ദ്രോഹവുമാണ്, ഒരു സംശയമില്ലാത്ത കാര്യവുമാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ വല്ലതും കിട്ടിയിട്ടാണോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ ഹിൻഡൻബർഗിൻ്റെ കമ്മീഷൻ, ജോർജ് സോറോസിൻ്റെ കമ്മീഷൻ, അത് വാങ്ങിച്ചാണല്ലോ ഇപ്പോൾ പാർട്ടി പ്രചാരണ. അല്ല, വലിയ വിമർശനം വരുന്നത് ഇതിന് മുൻപ് ഓസ്ട്രേലിയക്ക് മുൻപ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിന്റെ വിഷമം കൊണ്ടാണോ? ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമം വരാം. അതങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള താറടിച്ച് കാണിക്കാൻ ആ താറടിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇയാൾ ആരാ? അതിനുള്ളൊരു പ്രതികാര അഗ്നി ആളിക്കത്തി കാണും, ചിലപ്പോൾ വികാരം ആളിക്കത്തി കാണും. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിന് പൊതുവേ ഉള്ള ഒരു വികാരമാണല്ലോ വികാരം, മതവികാരം ആളിക്കത്തുകൊണ്ട് അവർക്ക് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോഴും ഒക്കെ അവർക്ക് ഈ മതവികാരം ഇങ്ങനെ ആളിക്കത്തും. നമുക്ക് അതിൽ നിന്ന് 1 സീറ്റോ 2 സീറ്റോ ലഭിക്കുന്നെങ്കിൽ അത്രയെങ്കിലും ഉപകാരപ്പെട്ടു എന്നാണ് അവർ കരുതുന്നത്. അതെ, മഹാരാഷ്ട്രയിലെ 2 പേര് പാകിസ്ഥാന് വേണ്ടി അന്ന് കൈയടിക്കുകയും ചെയ്തു. കൈയടിച്ചിട്ടും പാകിസ്ഥാൻ രക്ഷപ്പെട്ടില്ല. ഇന്ത്യക്കാർ കൈയടിച്ചിട്ടും രക്ഷപ്പെട്ടില്ല. നാണം കെട്ട തോൽവി നമുക്ക് സമ്മാനിച്ചു. ഇപ്പോൾ ആസ്ട്രേലിയക്കും അത് തന്നെ കൊടുത്തു, തിരിച്ചടി തന്നെ കൊടുത്തു. മധുരമായി പകവിട്ടി ആരുടെ ടീം? രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ. അത് ഈ ഷമാ മുഹമ്മദിനുള്ള മറുപടി തന്നെയാണ്, ഒരു സംശയമില്ല. അതുപോലെ ഒരു കാര്യം കൂടെ, നേരത്തെ ക്യാപ്റ്റനായിരുന്ന ഒരാളുണ്ട് നമുക്ക്, രാഹുൽ ദ്രാവിഡ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടുണ്ടോ? ഒരു മുസൽമാനൊന്നുമല്ല അദ്ദേഹം, പക്ഷേ നല്ല ഒന്നാന്തരം ക്യാപ്റ്റനും ഇന്ത്യയുടെ കോച്ചായിട്ടും പിന്നെ വന്ന അദ്ദേഹം. ഇന്ത്യയുടെ വൻമതിൽ. ഫുട്ബോൾ അല്ല ഇത് പ്രത്യേകത. വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളിംഗ് നിരയിൽ, പേര് ഞാൻ മറന്നുപോയി, കണ്ണട ധരിച്ച ഒരു ബൗളറുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബാളർ. നല്ല സൂപ്പർ ത്രില്ലിംഗ് പെർഫോമൻസ്. പക്ഷെ ഒരിക്കൽ പോലും കണ്ണട ഊരി അദ്ദേഹം ബോൾ ചെയ്തിട്ടില്ല. കണ്ണട വെച്ചുകൊണ്ട് തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചുള്ള പല ക്രിക്കറ്റ് താരങ്ങളും ഉണ്ട്. സച്ചിൻ തന്നെ പൊക്കം കുറവല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ പൊക്കം കുറവ്, സുനിൽ ഗവാസ്കർക്കോ പൊക്കം കുറവല്ലേ? ഫിറ്റ്നസ് മാത്രമല്ല ഇവിടുത്തെ ഘടകം. ഈ ഷൂട്ടിങ്ങിലേതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോൾ പായിക്കാൻ കഴിയുക, ക്രീസിൽ ആളില്ലാത്ത ഇടത്തേക്ക് ഇത് പായിക്കാൻ കഴിയുക, ശക്തിയിൽ ഇത് ഹുക്ക് ചെയ്യാൻ കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ്. തോളിൻ്റെ ശക്തി ഒരു പ്രധാന വിഷയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ സ്പിൻ ബൗളിങ്ങിന് വലിയ ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് ഒന്നും ആവശ്യമില്ല. അത് ലക്ഷ്യത്തിൽ കൊള്ളിക്കുക എന്നുള്ളത്, ബാറ്ററുടെ ബാറ്റിലെത്തിപ്പെടും മുമ്പേ കൊള്ളിക്കുക. ഈ തന്ത്രങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്രിക്കറ്റിന് മാത്രമുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ബേസ്ബോളിന് പോലും അങ്ങനെയില്ല. ബേസ്ബോളിനും കുറച്ച് ശക്തിയാണ്. ഈ ശക്തി അധികം ആവശ്യമില്ല, പക്ഷേ കൃത്യത വളരെ ആവശ്യമുള്ള ഒന്നാണ് ഇത്. ഫുട്ബോളിൽ പോലും ഇത്ര കൃത്യത, അക്യുറസി ആവശ്യമില്ല. ഇവിടെ കൃത്യത വേണം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. ഷൂട്ടറെ പോലെ, മനസ്സിലായോ? ഫുട്ബോളിൽ നമ്മൾ പന്ത് ഷൂട്ട് ചെയ്തു എന്നാണ് പറയുക, പക്ഷേ അവിടെ കൃത്യത വേണ്ട. വിശാലമായിട്ടുള്ളൊരു പോസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്, അതിൽ ഗോളിയില്ലാത്തിടം തേടിയാൽ മതി. ഇവിടെ നമ്മൾ ബോൾ പായിക്കുമ്പോൾ ക്രീസിൽ ഫീൽഡർമാരില്ലാത്തിടം നോക്കി പായിക്കണം. അത് വളരെ പ്രയാസമുള്ള കാര്യം. ബോൾ കൃത്യമായി എങ്ങോട്ടാണ് വരുന്നത് അതനുസരിച്ച് ബാറ്റ് വീശണം. അതൊരു വളരെ വലിയൊരു കലയാണത്. ക്രാഫ്റ്റ് എവിടെയുണ്ട്, അതും കൂടി വേണം. അങ്ങനെ യോജിച്ച് വരുമ്പോഴേ, അതാണ് ഗുണ്ടപ്പ ബിശ്വാദിൻ്റെ സ്ക്വയർ കട്ട് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ കണ്ട് ഇയാളുടെ ശരീരത്തിന് അഴകില്ല, അദ്ദേഹത്തിന് കുടവേറുണ്ട് എന്നൊക്കെ പറയുന്നത് ബോഡി ഷെയ്മിംഗ് ആണ്. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ഭർത്താവിനുണ്ടാകുമ്പോൾ മാത്രം ഷമാ മുഹമ്മദ് വിഷാദിച്ചാൽ മതി. ഈ കാര്യത്തിൽ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇടപാടുകൾ വേണ്ട. നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ആളായിട്ടുള്ള രാജീവ് ശുക്ലയെ ഉൾപ്പെടെ ആൾക്കാർ അത് തീരുമാനിച്ചോളും. അത് അവർക്ക് ദയവായിട്ട് വിട്ടുകൊടുക്കുക. കോൺഗ്രസിനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അത് വിവരമായിട്ട് പറയുക. അതാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങളെ ഈ ദൗത്യം ആരും കോൺഗ്രസ് പോലും ഏൽപ്പിച്ചിട്ടില്ല. നാണമില്ലേ എന്ന് ചോദിക്കുക.